നമസ്കാരം, മല്ലു ബൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് വിസ്കി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. സാധാരണ വിസ്കി ഉണ്ടാക്കുമ്പം മാഷിങ്, അതായത് നമ്മൾ ബാർലി മാഷ് ചെയ്യുന്നത് അല്പം സ്കില്ല് ആവശ്യമുള്ള ജോലിയാണ്. അത്യാവശ്യം സമയമെടുക്കുകയും ചെയ്യും, നല്ല സ്കില്ല് ആവശ്യമാണ്. ഈ മാഷിങ് നമ്മൾ പിഴച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ, അത് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന വിസ്കി വളരെ മോശമായി പോകും. കാരണം മാഷിങ്ങും ഫെർമെൻറ്റേഷനും ഡിസ്റ്റിലിങ്ങും ഏജിങ്ങും ആ ബ്ലെൻഡിങ്ങും ഇതെല്ലാം നന്നായിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിസ്കി കിട്ടത്തുള്ളൂ. അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന പണികളിലൊന്നാണ് മാഷിങ്. അപ്പോൾ അതുകൊണ്ട് മാഷിങ് നല്ല പെർഫെക്റ്റ് ആവണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമാണിത്. നമ്മൾ അത്തരത്തിലുള്ള ഒരു ലിക്വിഡ് മാൾട്ട് എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വിസ്കി ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് സ്റ്റിൽസ്പിരിറ്റ്സിൻ്റെ ഡിസ്റ്റിലർ ആർട്ടിസൻ വിസ്കി ഇൻഗ്രീഡിയൻസ് കിറ്റ് എന്നൊരു കിറ്റാണ് വരുന്നത്. ഇത് നമുക്ക് വിസ്കി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ കാണും. ഏകദേശം നമുക്കൊരു 4 ലിറ്ററോളം വിസ്കി ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. 4 ലിറ്ററോളം 40% ABV ഉള്ള വിസ്കി ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്, ഇത് 1.5 കിലോ LME എക്സ്ട്രാക്റ്റ് കിട്ടും. അത് LME എന്ന് പറയുന്ന ലിക്വിഡ് മാൾട്ട് എക്സ്ട്രാക്റ്റാണ്. പിന്നെ 3 കിലോ ഡെക്ട്രോസ് കാണും, ഒരു 20 ഗ്രാം വിസ്കി ഈസ്റ്റ്, ഒരു 30 ഗ്രാം ഡാർക്ക് സ്പിരിറ്റ് ന്യൂട്രിയൻ്റ്, ഒരു 130 ഗ്രാം ടർബോ ക്ലിയർ, ഒരു 5 ഗ്രാം ആൻറ്റിഫോം, ഒരു 50 ഗ്രാം നമുക്ക് കെൻഡക്കി ബോർബൺ ബാരൽ ഓക്ക് ചിപ്സ് കിട്ടും. ലിറ്റർ 40% ABV ഉള്ള വിസ്കി ഉണ്ടാക്കാൻ ഇത് ധാരാളമാണ്. അപ്പോൾ ശരി, നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആണ്. അതോടൊപ്പം തന്നെ കോൾഡ് വാട്ടർ ഡിറ്റർജൻറ്റും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മളൊരു 10-15 മിനിറ്റോളം LME നമ്മളൊരു ചൂടുവെള്ളത്തിലിട്ടേക്കണം. ഇത് വളരെ തിക്കായിട്ടുള്ള ഒരു കോൺസിസ്റ്റൻസി ഉള്ള ഒരു സാധനമാണ്. ഇതൊരു നമ്മുടെ ശർക്കര വരുന്ന പോലെ തന്നെയാണ് വരുന്നത്. ഒരു 15 മിനിറ്റോളം ചൂടുവെള്ളത്തിൽ ഇടാമെന്നുണ്ടെങ്കിൽ ഇതല്പം ഒന്ന് അയവ് കിട്ടും, ലൂസാവും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ 3 ലിറ്റർ LME നമ്മുടെ കയ്യിലുള്ള ഈ ഫെർമെൻറ്ററിലേക്ക് ഇടുക. അതിനുശേഷം അതിലേക്ക് ഒരു 3 ലിറ്റർ തിളച്ച വെള്ളം ഒഴിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഒരു 3 കിലോ ഡെക്ട്രോസ് ഉണ്ട്. ആ ഡെക്ട്രോസ് ഇതിൽ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ആൽക്കഹോൾ പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡെക്ട്രോസ് ചേർക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാമെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ അളവ് വളരെ കുറവായിരിക്കും. പക്ഷേ നമുക്ക് ആവശ്യത്തിന് ആൽക്കഹോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഡെക്ട്രോസ് കൂടി ചേർക്കണം. അതിനുശേഷം ഒരു 12 ലിറ്റർ നമ്മളൊരു മീഡിയം ടെമ്പറേച്ചറുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് നന്നായിട്ട് ഇളക്കണം.
ഇനി വീണ്ടും ഒരു 10 ലിറ്റർ വെള്ളം കൂടെ ചേർക്കണം. ഇപ്പം ഏകദേശം നമ്മൾ 25 ലിറ്ററോളം നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കണം. ഇതിന് ശേഷം ടെമ്പറേച്ചർ നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ ടെമ്പറേച്ചർ ഒരു 30 ഡിഗ്രിക്ക് ഏറെക്കുറെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈസ്റ്റ് ചേർക്കാൻ പറ്റുന്നത്. അതിന് മുമ്പേ നമുക്ക് ഈസ്റ്റ് ന്യൂട്രിയൻറ്റ് നമ്മൾ ചേർക്കണം. നമുക്ക് ഈസ്റ്റ് ന്യൂട്രിയൻ്റ് തന്നിട്ടുണ്ട്. ആ ഈസ്റ്റ് ന്യൂട്രിയൻ്റ് നമ്മൾ ചേർക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഈസ്റ്റ് ന്യൂട്രിയൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡാപ്പ് അഥവാ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വേണമെങ്കിൽ ചേർക്കാൻ പറ്റും. അപ്പോൾ ഈസ്റ്റ് ന്യൂട്രിയൻറ്റ് നമ്മൾ ചേർക്കുകയാണ്. ഇത് ശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ നല്ല ടെമ്പറേച്ചർ നോക്കി ഇത് 30 ഡിഗ്രി ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈസ്റ്റ് ചേർക്കാവൂ. അത് ശേഷം വേണം നമ്മൾ എവിടെയെങ്കിലും ഒരു അധികം വെയിലടിക്കാത്ത അധികം ചൂടും തണുപ്പൊന്നും ഇല്ലാത്തടത്തോട്ട് മാറ്റി ഇത് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈസ്റ്റ് ന്യൂട്രിയൻറ്റ് ചേർത്തു. ഇത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊരു പ്ലാസ്റ്റിക് സ്പൂൺ വെച്ച് ഞാൻ ഇളക്കുന്നു. നമ്മുടെ കയ്യിലുള്ള എന്ത് സ്പൂണായാലോ അല്ലെ തവിയാണേലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഡിസ്റ്റിലർ ഈസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അതൊരു വിസ്കി ഈസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഇത് ഈ കിറ്റിൻ്റെ കൂടെ വരുന്നതാണ്. ഈ കിറ്റ് ഏകദേശം ഒരു $60 മാത്രമാണ് ഇവിടെ നമുക്ക് വിലയുള്ളത്. അപ്പോൾ $60 കൊണ്ട് ഏകദേശം നമുക്ക് 4 ലിറ്റർ മദ്യം ഉണ്ടാക്കാൻ പറ്റും. 4 ലിറ്റർ വിസ്കി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഏജ് ചെയ്യുന്നത് ഏകദേശം ഒരു 3 മുതൽ 6 മാസം വരെ ഏജ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു 3 മാസമാണ് ഏജ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വിസ്കി ഈസ്റ്റ്. ഇത് നമുക്ക് പതുക്കെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇനിയിപ്പോൾ ലിഡ് അടയ്ക്കുകയാണ്. ലിഡ് അടയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ ആക്ച്വലി ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് 1080 ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 8% ABV ഇതിൽ കാണും. നമ്മൾ ഇത് ABV ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല സത്യത്തിൽ. കാരണം എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി അത് പ്രീ ചെക്ഡ് ആണ് എല്ലാം തന്നെ. അപ്പോൾ ഏകദേശം ഇത്രയും തന്നെ നമുക്ക് നമുക്ക് ആദ്യം തന്നെ അറിയാം 4 ലിറ്ററോളം ഇതിൽ കിട്ടും എന്നുള്ളതെന്ന് അറിയാം. അതിനനുസരിച്ചാണ് ഇവർ ഡെക്ട്രോസും LME ഒക്കെ ചേർത്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഒരാഴ്ച നമ്മൾ കഴിഞ്ഞു. നമ്മളിനി ഇത് നമ്മുടെ ഡിസ്റ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബോയിലറിലേക്ക് മാറ്റുകയാണ്. ഇത് നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ഫെർമെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ഇത് ഇപ്പം 100 ആയി. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് എന്താ പറയുന്നത് 10% ABV ഇതിനകത്തുണ്ട്. ഇത് പതിയെ നമ്മുടെ ഇത് ബോയിലറിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിൽ അല്പം ഞാൻ സോൾട്ട് ചേർക്കാത്ത ഒരു ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മുടെ ഗ്രെയിൻ മാഷ് ചെയ്ത നമ്മൾ വാഷ് നമ്മൾ ഡിസ്റ്റിൽ ചെയ്യുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ശർക്കരയും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഇത് ഡിസ്റ്റിൽ ചെയ്യുമ്പോഴോ പറഞ്ഞു പോകുന്ന പ്രശ്നമുണ്ട്. പ്യൂക്കിംഗ് എന്നാണ് പറയുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിഫോം ഏജൻറ്റ് നമ്മളിവിടെ തന്നിട്ടുണ്ട്. ഒന്നിൽ അതോ അല്ലെങ്കിൽ നമുക്ക് ബട്ടർ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഡിസ്റ്റിലിങ് സ്റ്റാർട്ടായി. ഇനി ഒരു 4-5 മണിക്കൂർ നമ്മൾ ഡിസ്റ്റിൽ ചെയ്യുകയാണ്.
നമുക്ക് ഡിസ്റ്റിലേഷനെല്ലാം കഴിഞ്ഞു. ഏകദേശം ഒരു 2.5 ലിറ്ററോളം നമുക്ക് ഒരു 65% ABV ഉള്ള വിസ്കി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബർബൺ ചിപ്സ് ഇടുകയാണ്. ഇത് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ് ഇതിൻ്റെ കൂടെ തന്നെ. ഇത് നമ്മൾ ഇട്ട് ഒരു 3 മാസത്തോളം ഏജ് ചെയ്യാൻ വെക്കുന്നു. നമ്മുടെ 3 മാസം കഴിഞ്ഞു. അപ്പോൾ ഏജിങ് എല്ലാം നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് കാണാം, ഇത് നല്ല നിറവും നല്ല മണവും നല്ല രുചിയും വന്നിട്ടുണ്ട് ഇതിന്. ഇത് അല്പം ഗ്ലാസ്സിലേക്ക് ശലം മാറ്റി ഞാൻ ഇതിനകത്ത് കാണിക്കാം. ഒരു നല്ല ഒരു ടെന്നസി ഫ്ലേവർ ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. സാധാരണ മാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഏറ്റവും യോജിച്ച ഒരു മാർഗ്ഗമാണ് ഇത്. അപ്പോൾ താങ്ക്സ്. ഇനിയുള്ള വീഡിയോകൾ കാണുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.